2.5 മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ വസ്തുതകൾ നിരത്തി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പൊളിച്ചടുക്കിയപ്പോൾ തെളിയുന്നത് സർക്കാരിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ്. ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുന്ന അവസ്ഥയാണെന്നും 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പിൻവലിക്കാൻ കഴിയാത്ത വിധം ട്രഷറി നിയന്ത്രണത്തിലാണെന്നും അദ്ദേഹം പരിഹസിച്ചു. മുൻപ് നിയമസഭയിൽ ആവശ്യപ്പെട്ടപ്പോൾ ആശാ അങ്കണവാടി വർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞവർ തിരഞ്ഞെടുപ്പെടുത്തപ്പോൾ മലക്കം മറിഞ്ഞത് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് മാത്രമാണ്. ബജറ്റിന്റെ പവിത്രത നഷ്ടപ്പെടുത്തി രാഷ്ട്രീയ പ്രസംഗമായി മാറ്റിയ ഈ ബജറ്റ് കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും മോശം രേഖയാണ്. 38% തുക പോലും കൃത്യമായി ചെലവഴിക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടം ജനങ്ങളെ കബളിപ്പിക്കാനായി നടത്തുന്ന ഈ നാടകത്തിലെ പച്ചയായ സത്യങ്ങളാണ് പ്രതിപക്ഷ നേതാവ് നിയമസഭയ്ക്ക് മുന്നിൽ തുറന്നുകാട്ടിയത്. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവും നിരന്തരമായ പ്ലാൻ സൈസ് കട്ടിയലും കൊണ്ട് വിശ്വാസ്യത തകർന്ന ഒരു ധനകാര്യ സംവിധാനം നിലനിർത്തുന്ന ഈ സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ജനങ്ങൾ ആരും വിശ്വസിക്കില്ല. കാരണം 10 വർഷം ചെയ്യാതിരുന്ന ചില കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള പ്രഖ്യാപിക്കുകയാണ്. 10 വർഷം പൂർണ്ണമായി പരാജയപ്പെട്ട മേഖലകളിൽ മാറ്റമുണ്ടാകുമെന്നുള്ള അവകാശവാദമാണ്. അനാവശ്യമായ രാഷ്ട്രീയം കലർത്തി യഥാർത്ഥത്തിൽ ഈ ബജറ്റിന്റെ പവിത്രത തന്നെ നഷ്ടപ്പെടുത്തി. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 202 അനുസരിച്ചിട്ടാണ് സ്റ്റേറ്റ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. അതൊരു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ്സ് നോട്ട് എ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ്. അതിനെ ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആക്കി മാറ്റി തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനമാണ്. ഇതിന് യാതൊരു വിശ്വാസ്യതയില്ല. ഏറ്റവും രസകരമായ കാര്യം, ഈ പദ്ധതി പ്ലാനിന്റെ ഡീറ്റെയിൽസ് ആണ്, മൈന്യൂട്ട് ഡീറ്റെയിൽസ് ആണ് ഈ ബജറ്റിലൂടെ പ്രഖ്യാപിച്ചത്. അതാണ് ഇത്ര നേരം നീണ്ടുപോയത്. ഇപ്പോഴത്തെ പ്ലാനിന്റെ സ്ഥിതി എന്താണ്? 38% ഈ ജനുവരി 31 ആവുമ്പോഴേക്കും പ്ലാനിന്റെ എക്സ്പെൻഡിച്ചർ 38%. ഇനി ചെലവാക്കാനുള്ളത് 1 മാസമാണ്. മാർച്ച് ഫസ്റ്റ് വീക്ക് ആകുമ്പോഴേക്കും ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യും. അപ്പൊ കേരളത്തിന്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും മോശം പ്ലാൻ എക്സ്പെൻഡിച്ചർ നടത്തിയ ഒരു വർഷമാണ്. ഏറ്റവും മോശം പ്ലാൻ എക്സ്പെൻഡിച്ചർ. അപ്പൊ ആ പദ്ധതിക്ക് എന്ത് പ്രസക്തി? ആ പദ്ധതിയുടെ വിശദാംശങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 70 കോടി വെച്ചത് ഈ പ്രാവശ്യം 80 കോടിയാക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 90 കോടി വെച്ചത് ഈ പ്രാവശ്യം 95 ആക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം 100 കോടി വെച്ചത് 150 ആക്കുന്നു. ഈ 70, 80, 90, 100 വെച്ചെടുത്ത് 38% ചെലവാക്കിയിരിക്കുന്നത്. 38%. മാത്രമല്ല, ഈ 5 വർഷക്കാലത്തിനൊരു പ്രത്യേകതയുണ്ട്. ആകെ ഈ പ്ലാന്റെ സൈസ് വർദ്ധിക്കുന്നില്ല. ആകെ ഈ വർഷമാണ് ഒന്ന് വർദ്ധിപ്പിച്ചത്, ഈ 25-26 മാത്രം. ബാക്കി 30,000 കോടി എന്നുള്ള സ്റ്റാഗ്നന്റ് ആയിട്ട് പോവാണ്. മനസ്സിലായേ? എല്ലാ സർക്കാരുകളും വന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്കും പ്ലാനിന്റെ സൈസ് ഒരു 15-20% വർദ്ധിക്കുമായിരുന്നു. ഇവിടെ പ്ലാനിന്റെ സൈസ് അങ്ങനെ തന്നെ പോവാണ്. എന്നിട്ട് ഇപ്പൊ ഒരു 2,000 കോടി കൂട്ടിയായിരുന്നു. പക്ഷേ 38% പോലും എക്സ്പെൻഡിച്ചർ ഇല്ല. കഴിഞ്ഞ വർഷം ഭീകരമായിട്ടാണ് 50%-ഓളം പ്ലാൻ സൈസ് കട്ട് ചെയ്തു. പരിതാപകരമായ അവസ്ഥയിലാണ് കേരളത്തിലെ സാമ്പത്തിക രംഗം. ഇനി സാധാരണ ഒരു വല്ലാതെ പ്രയാസം വരുന്ന ഘട്ടത്തിലാണ് ട്രഷറി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ഇത് 19/8/2025 ഇറക്കിയ ഉത്തരവനുസരിച്ച് 10 ലക്ഷം രൂപയിൽ കൂടുതൽ ട്രഷറിയിൽ നിന്ന് മാറാൻ പറ്റില്ല. കഴിഞ്ഞ 5 മാസമായി ഈ ട്രഷറി നിയന്ത്രണം നിലവിലിരിക്കുകയാണ്. പണ്ടൊക്കെ ഉണ്ടായിരുന്നത് ചില സിറ്റുവേഷൻസ് വരുമ്പോൾ, ചില സാമ്പത്തിക പ്രയാസങ്ങൾ വരുമ്പോൾ, വെയ്സ് ആൻഡ് മീൻസിന്റെ ചില അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോൾ മാത്രമാണ് ട്രഷറിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. ഇത് കഴിഞ്ഞ 5 മാസമായി തുടർച്ചയായി 10 ലക്ഷം രൂപയിൽ കൂടുതൽ മാറാൻ വയ്യാത്തൊരു ഖജനാവ് വെച്ചുകൊണ്ടാണ് ഈ ഗീർവാണ പ്രസംഗം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി നടത്തിയത് എന്നത് ഞങ്ങളെ എല്ലാവരും അത്ഭുതപ്പെടുത്തുന്നു. ഒരു നല്ല വാക്ക് പ്രയോഗിച്ചു ബജറ്റ് തുടങ്ങിയപ്പോൾ, ന്യൂ നോർമൽ എന്ന് പറഞ്ഞു. കറക്റ്റാണ്, ന്യൂ നോർമൽ. എന്താണ് ഇപ്പോഴത്തെ ന്യൂ നോർമലായി മാറിയിരിക്കുന്നത്? എന്താണ്? തോന്നിയതുപോലെ ബജറ്റിൽ പ്രഖ്യാപിക്കുക, അത് നടപ്പാക്കാതിരിക്കുക, പ്ലാൻ സൈസ് കട്ട് ചെയ്യുക, പ്ലാൻ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുക. ഇതാണിപ്പോ കേരളത്തിന്റെ ന്യൂ നോർമൽ. ന്യൂ നോർമൽ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇല്ലാത്ത ഒരു പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ട് അതൊരു സിസ്റ്റത്തിന്റെ ഭാഗമാകുകയാണ്. അപ്പൊ കേരളത്തിലെ ഒരു
ഫിസിക്കൽ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ ഒരു ധനകാര്യ വ്യവസ്ഥതയുടെ വിശ്വാസ്യതയെ മുഴുവൻ തകർത്തുകൊണ്ടാണ് ഈ 5 കൊല്ലം മുമ്പോട്ട് പോയത്. പരിതാപകരമായ ഒരു അന്ത്യമാണ് കേരളത്തിൽ ഉണ്ടായതെന്ന് വ്യക്തമാണ്. ഇപ്പോ 2021 അധികാരത്തിൽ വന്നത് 2500 രൂപ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞാൽ 1600 രൂപയെന്ന് ജനങ്ങളെ കബളിപ്പിച്ചാണ്. കുറെ പേര് വോട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ പേരിൽ. എന്നിട്ട് 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൊടുത്തോ? ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് 400 രൂപ കൂട്ടി. ഇപ്പൊ വീണ്ടും അത് കൂട്ടിയിട്ടില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനമാണ് കേരളം. ഇന്നലെ മുഖ്യമന്ത്രി അതിനെ തള്ളി പറഞ്ഞു, ഇവിടെ അങ്ങനെ ഇല്ല എന്ന്. പക്ഷേ ഇന്നലെ പ്ലാനിംഗ് ബോർഡ് ഇറക്കിയ ഇക്കണോമിക് റിവ്യൂവിൽ തന്നെ അത് പറയുന്നുണ്ട്. ഇക്കണോമിക് റിവ്യൂവിൽ തന്നെ ഇത് കണക്കാണ്. ആർക്കും തെറ്റിദ്ധരിപ്പിച്ച് എനിക്ക് 2% കൂട്ടിയൊന്നും പറയാൻ പറ്റില്ല. ഇന്ത്യയിൽ കഴിഞ്ഞ 10 മാസമായി 11ാമത്തെ മാസത്തിലേക്ക് കിടക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം കേരളം. മാർക്കറ്റ് ഇന്റർവെൻഷനിൽ ദയനീയമായി പരാജയപ്പെട്ടു. കാരണം അലോട്ട് ചെയ്യുന്ന പണം അനുവദിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും കൂട്ടിയിട്ടുണ്ട് എമൗണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മാർക്കറ്റ് ഇന്റർവെൻഷന് വേണ്ടി വെച്ച തുക ചെലവാക്കിയിട്ടില്ല. കാരണം കയ്യിൽ പൈസയില്ല. പിന്നെ ക്ഷേമ പെൻഷൻ തുടങ്ങിയത് ആരാണെന്ന് ജനങ്ങൾക്കറിയാവുന്നതാണ്. മന്ത്രിക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞുതരാം. ആർ ശങ്കർ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കറിന്റെ കാലത്താണ് വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും കേരളത്തിൽ ആരംഭിക്കുന്നത്. CPM അല്ല, കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് അല്ല പെൻഷൻ ആരംഭിക്കുന്നത്. അതുപോലെ കടം 2021 അപേക്ഷിച്ച് കുറഞ്ഞു എന്നാണ് മന്ത്രി പറയുന്നത്. ഈ വരുമാനം വർദ്ധിച്ചു എന്ന് പറയുന്നുണ്ട് കേരളത്തിന്റെ. എങ്ങനെയാണെന്നറിയാം, കോവിഡ് കാലത്തെ ഒരു വരുമാനം ഗണ്യമായി കുറഞ്ഞല്ലോ എല്ലാ സംസ്ഥാനങ്ങളിലും ഗവൺമെന്റിനും. എന്നിട്ട് നോർമലായി വന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ, കോവിഡൊക്കെ മാറി, അപ്പോൾ ഒരു റവന്യൂ വരുമാനം വർദ്ധിക്കും. തീരെ ഇല്ലായിരുന്ന കാലത്തെയും കോവിഡ് കാലം കഴിഞ്ഞ് വന്നതിന്റെയും ശതമാന കണക്കാണ് ഈ പറയുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്നത്തെ കണക്കാണ്. കഴിഞ്ഞ വർഷത്തെ ഈ ബജറ്റ് അവതരിപ്പിച്ചപ്പോഴുള്ള 2025-26 ബജറ്റ് എസ്റ്റിമേറ്റിലെ റവന്യൂ വരവ് എത്രയായിരുന്നു? 1,52,000 കോടി അല്ലേ ആയിരുന്നു. ഇപ്പൊ ഇന്ന് അവതരിപ്പിച്ചതിൽ എത്രയാണ് ആ വരുമാനം കിട്ടിയിരിക്കുന്നത്? 1,37,000 കോടി. 15,000 കോടി എസ്റ്റിമേറ്റിനേക്കാൾ കുറവാണ്. ചെലവ് 1,79,000 കോടി പറഞ്ഞെടുത്ത് 1,73,000 കോടി. കഴിഞ്ഞ പ്രാവശ്യത്തെ റവന്യൂ കമ്മി എസ്റ്റിമേറ്റിൽ 27,000 കോടി, 36,000 കോടി എസ്റ്റിമേറ്റ് വന്നു. ഈ പറയുന്ന കണക്കും യഥാർത്ഥ കണക്കും തമ്മിൽ യാതൊരു ബന്ധമില്ല. ഇനി ഇപ്പോഴാണ് പേ കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത്. ഇവർക്ക് നന്നായിട്ട് അറിയാം ഇവർ അധികാരത്തിൽ തിരിച്ചു വരില്ല. കാരണം 2024 ശമ്പള പരിഷ്കരണം പ്രാബല്യത്തിൽ വരേണ്ടിയിരുന്നു. അവര് ഈ സമയത്ത് പേ കമ്മീഷൻ വെച്ചില്ല, പേ കമ്മീഷന് പ്രവർത്തിക്കാൻ സമയം കൊടുത്തില്ല. പേ കമ്മീഷനെ നിയമിച്ച് അവരുടെ പ്രവർത്തനം നടത്തി അവർ റിപ്പോർട്ട് കൊടുത്ത് അത് നടപ്പാക്കേണ്ട സമയം കഴിഞ്ഞു. എന്നിട്ട് അവസാനത്തെ പോണ പോക്കില് പേ കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ്. ഇനി അതിന്റെ റെക്കമെൻഡേഷൻ നടപ്പാക്കേണ്ട ആരാ? അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണ് പേ കമ്മീഷൻ നടപ്പാക്കേണ്ട പൂർണ്ണമായ ഉത്തരവാദിത്വം. അപ്പൊ 1 രൂപ അതിൽ ചെലവാക്കിയിട്ടില്ല. 1 രൂപ പേ കമ്മീഷൻ റിവിഷൻ വരുമ്പോ 5 കൊല്ലത്തെ വ്യത്യാസം വരുമ്പോ അതിന്റെ ബാധ്യത ഒന്നും സർക്കാർ ഏറ്റെടുത്തിട്ടില്ല. DA കുടിശ്ശിക. ഇപ്പൊ DA പ്രഖ്യാപിച്ചത് ഇപ്പൊ ഈ മാസത്തെ മാർച്ചിലും DA ആണ് പ്രഖ്യാപിച്ചത്. ഇലക്ഷൻ ആയതുകൊണ്ടാണ് അത് കൊടുക്കുന്നത്. DA കുടിശ്ശികയുണ്ട്, 6 DA കുടിശ്ശികയുണ്ട്. ഹ്യൂജ് എമൗണ്ട് ആണ്. സർക്കാർ ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക്, അധ്യാപകർക്ക് ഈ ഗവൺമെന്റ് കുടിശ്ശിക വരുത്തിയിരിക്കുന്നത് 1,00,000 കോടിയാണ്. 1,00,000 കോടി അത് കൊടുക്കാതെയാണ് പോകുന്നത്. അത് അടുത്ത സർക്കാരിന്റെ തലയിലേക്ക് വളരെ ബുദ്ധിപൂർവ്വം കെട്ടിവെച്ചിരിക്കുകയാണ്. ഓരോ കാര്യത്തിലും ഞാൻ വിശ്വാസ്യതയില്ല എന്ന് പറഞ്ഞു. കേരളം നേരിടുന്ന ഏറ്റവും രൂക്ഷമായ പ്രശ്നമാണ് വന്യജീവി ആക്രമണം. കഴിഞ്ഞ വർഷം 48.85 കോടി, ഈ വർഷം അത് വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ വർഷം വീണ്ടും വർദ്ധിപ്പിച്ചു 70 കോടി, ഈ വർഷം 100 കോടിയാക്കിയെന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം ചെലവഴിച്ചതിൽ ആകെ 42% മാത്രമാണ് ചെലവാക്കിയിരിക്കുന്നത്. ഇത്രയും രൂക്ഷമായ വന്യജീവി ആക്രമണം നടത്തുന്ന സമയത്ത് നീക്കിവെച്ച തുക ചെറുത്.
എന്നിട്ട് അതിന്റെ 42% ചെലവാക്കിയ ആളുകൾ പറയാം ഞങ്ങൾ ഈ പ്രാവശ്യം 100 കോടിയായിട്ട് ഉയർത്തുമെന്ന്. എത്ര ഉയർത്തിയാൽ എന്താ? 35-40 മാത്രമാണ് ചെലവാക്കുന്നത്. അതുപോലെ തന്നെയുള്ള ലൈഫ് മിഷൻ പദ്ധതി വലിയ തുക അനുവദിച്ചു. എത്ര രൂപയാണ് ചെലവാക്കിയെന്നറിയാം? 20% ചെലവാക്കിയത് 20%. റബ്ബർ കർഷകർക്ക് 2015 150 രൂപ UDF ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. ഈ 10 കൊല്ലം കൊണ്ട് 50 രൂപയാണ് കൂട്ടിയത്. 50 രൂപ 250 രൂപയാക്കും എന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ആളുകൾ 10 കൊല്ലം കൊണ്ട് കൂട്ടിയത് വെറും 50 രൂപ മാത്രമാണ്. കിഫ്ബി പദ്ധതികൾ ഒന്നും നടക്കുന്നില്ല. നമുക്കറിയാം എല്ലാ പദ്ധതികളും അതിന്റെ ബാധ്യതയാണ്. നെല്ല് സംഭരണം തകർന്ന് തരിപ്പണമായി. അതുപോലെ തന്നെയുള്ള നിരവധി വിഷയങ്ങൾ ആരോഗ്യരംഗത്ത് ഉള്ള ആരോഗ്യ ഇൻഷുറൻസ്, കാരുണ്യ ഇൻഷുറൻസ്, അതിനെക്കുറിച്ചൊക്കെ വലിയ ക്ലെയിമൊക്കെ നടത്തിയെങ്കിലും 1200 കോടി കുടിശ്ശികയാണ് കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ്. കാരുണ്യ ബെനവലന്റ് പദ്ധതിയിൽ കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയാണ് വരുത്തിയിരിക്കുന്നത്. ഇപ്പൊ SC വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു. SC വിഭാഗങ്ങൾക്ക് കഴിഞ്ഞ വർഷം വെട്ടിക്കുറച്ചത് 500 കോടിയാണ്. ST വിഭാഗത്തിന്റെ വെട്ടിക്കുറച്ചത് 112 കോടിയാണ്. അത്രയും രൂക്ഷമായിട്ടുള്ള സംഭവമാണ്. ഈ ഒരു കാര്യം ഞാൻ പറയാം, ഈ ബജറ്റിന് ഒരു പ്രസക്തിയില്ല. ഇത് നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല. അടുത്ത 26-27 വർഷത്തിലേക്കുള്ള ബജറ്റ് UDF സർക്കാർ അവതരിപ്പിക്കും. ആ ബജറ്റായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഈ ബജറ്റ് ഒരു പ്രസക്തിയില്ല. ഇത് കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല. അടുത്ത ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ആ ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന ബജറ്റായിരിക്കും കേരളത്തിൽ അടുത്ത സാമ്പത്തിക വർഷം നടപ്പാക്കാൻ പോകുന്നത്. ഇത് മുഴുവൻ കാപട്യം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. മുഴുവൻ പ്ലാനിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുകയാണ്. പ്ലാൻ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു പ്ലാന്റെയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂച്ച പെറ്റി കിടക്കുന്ന ഒരു ഖജനാവിന്റെയും പരിതാപകരമായ അവസ്ഥയിലേക്ക് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കിയ സർക്കാരാണ്. റവന്യൂ, ഒരു ഗവൺമെന്റിന്റെ ജോലി എന്താ? റവന്യൂ വരവാണ്. ഇന്ത്യയിൽ GST നടപ്പിലാക്കിയപ്പോൾ കൺസ്യൂമർ പോയിന്റിൽ, പോയിന്റിൽ ടാക്സ് ഉള്ള GST ഇന്ത്യയിലെ ഏറ്റവും വലിയ കൺസ്യൂമർ സ്റ്റേറ്റായ കേരളമായിരുന്നു നമ്പർ 1 ബെനിഫിഷ്യറി ആവേണ്ടത്. 30% നികുതി വരുമാനം ഉണ്ടാകേണ്ട ഒരു സംസ്ഥാനത്ത് 10% താഴെ നികുതിയുടെ ഗ്രോത്ത് ഉള്ളൂ. അത് ആവറേജാണ്. പല സംസ്ഥാനങ്ങളും മാനുഫാക്ചറിംഗ് സ്റ്റേറ്റ് വരെ റവന്യൂ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിച്ചു. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ കടം, നേരിട്ടുള്ള കടം, പ്രത്യക്ഷത്തിലുള്ള കടം, പരോക്ഷമായ കടം, ക്ഷേമനിധികളിൽ നിന്ന്, അതുപോലെ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ നിന്ന് എല്ലാം സർക്കാർ പണം കടമെടുക്കുകയാണ്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് കാലമായപ്പോൾ ആശാവർക്കർക്ക് 1000 രൂപ കൂട്ടുക, അംഗൻവാടിക്ക് 1000 കൂട്ടുക. അവരിവിടെ സമരം ചെയ്തപ്പോൾ അവരെ പരിഹസിച്ചാണ്. ആശാവർക്കർമാരെ പരിഹസിച്ചു, അംഗൻവാടി ടീച്ചർമാരെ പരിഹസിച്ചു. ഞങ്ങൾ ഈ വിഷയങ്ങളെല്ലാം നിയമസഭയിൽ കൊണ്ടുവന്നാണ്. നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ 1 രൂപ പോലും അത് കൂട്ടിക്കൊടുക്കൂല. ഇപ്പൊ കൂട്ടിക്കൊടുക്കാൻ പറ്റില്ല, കേന്ദ്രം കൂട്ടട്ടെ എന്ന് പറഞ്ഞാണ്. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണെങ്കിലും 1000 രൂപ കൂട്ടി ഇവർക്ക് കൊടുക്കേണ്ടി വരില്ല. കാരണം ഇതെല്ലാം ഓർഡറായിട്ട് വരുമ്പോഴേക്കും അടുത്ത ഗവൺമെന്റ് വരുള്ളൂ. 1 രൂപ കൊടുക്കേണ്ടി വരില്ല ഇവർക്ക്. ഇതെല്ലാം ഓർഡറായി, ഗവൺമെന്റ് ഓർഡറായി ബജറ്റ് പ്രാബല്യത്തിൽ വരുമ്പോഴേക്കും അടുത്ത ഗവൺമെന്റാണ്. എന്നിട്ട് 1000 രൂപ അംഗൻവാടിക്ക് കൂട്ടി, 1000 രൂപ ആശാവർക്കർക്ക് കൂട്ടി, 1000 രൂപ സാക്ഷരതാ പ്രേരകർക്ക് കൂട്ടി. അതെല്ലാത്തിന്റെയും സാമ്പത്തിക ഭാരം മുഴുവൻ അടുത്ത ഗവൺമെന്റിന്റെ തലയിലാണ്. വളരെ കൗശലത്തോടു കൂടി, വളരെ ബുദ്ധിപൂർവ്വം വരാൻ പോകുന്ന ഗവൺമെന്റിന്റെ തലയിൽ മുഴുവൻ സാമ്പത്തിക ഭാരവും കെട്ടിവെച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പൊ ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. 2023-24 75% പ്ലാൻ നടപ്പാക്കിയത്. ഇപ്പൊ അത് 38. കഴിഞ്ഞ വർഷം 2024-25 50% പ്ലാൻ സൈസ് കട്ട് ചെയ്തു. എന്നാലോചിച്ച് ഇപ്പൊ 38% ആയിട്ടുള്ളത്. എങ്ങനെ വന്നാലും 50% ആവില്ല ഇത്. അപ്പോൾ പ്ലാനിന്റെ പോലും 50% മാത്രം ചെലവാക്കുന്ന ഒരു ഗവൺമെന്റ് പിന്നെ എന്ത് വിശ്വാസ്യതയാണ് അവർക്കുള്ളത്? അവർ പറയുന്ന കാര്യങ്ങൾക്ക് എന്താണ്? കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ച നിരവധി പദ്ധതികൾ
അതിലൊരു 75% പദ്ധതികളും നടപ്പാക്കിയിട്ടില്ല. ഞങ്ങള് അവരെ വെല്ലുവിളിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ ബജറ്റ് പ്രഖ്യാപനത്തിന്റെ ഒരു പെർഫോമൻസ് ഓഡിറ്റിംഗ് നടത്തി ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ തയ്യാറുണ്ടോ? കഴിഞ്ഞ വർഷത്തെ ബജറ്റ് പ്രഖ്യാപനത്തിന്റെ, ഇനി വരാൻ പോണത് അവർ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതല്ല, അവരുടെ ഗവൺമെന്റ് ചെയ്യേണ്ടതല്ല. കഴിഞ്ഞ വർഷം ബജറ്റിന്റെ ഒരു പെർഫോമൻസ് ഓഡിറ്റിംഗ് തയ്യാറാക്കി ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ അവർ തയ്യാറുണ്ടോ? ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഇത്രമാത്രം കേരളത്തെ സാമ്പത്തികമായി തകർത്തു തരിപ്പണമാക്കിയ കേരളത്തിന്റെ ഭരണചരിത്രത്തിൽ ഇത്രമാത്രം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർത്ത മറ്റൊരു സർക്കാർ ഉണ്ടായിട്ടില്ല. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വിഷയത്തിന്റെ ആ ഫോക്കസ് അത് ഒന്ന് എടുത്തു പറയാനേ ഞാൻ ഈ സന്ദർഭം വയ്ക്കുന്നുള്ളൂ. അതായത് ഈ ഒരു ഗവൺമെന്റിന്റെ ഫെയിലിയറിന്റെ ഭരണപരാജയത്തിന്റെ ഒരു ബെസ്റ്റ് ഡോക്യുമെന്റ് ആണ് ഈ ബഡ്ജറ്റ്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ബഡ്ജറ്റ് നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ, അതിലും കുറെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു, കയ്യടി ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ആ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ മുഴുവൻ അതിന്റെ ഏറ്റവും കുറഞ്ഞ പെർസെന്റേജേ ചെലവഴിച്ചിട്ടുള്ളൂ എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്നിപ്പോൾ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത്. എന്താ അർത്ഥം? പിന്നെ പോയ ഗവൺമെന്റിന്റെ പ്രഖ്യാപനം, ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തെ പ്രഖ്യാപനങ്ങൾക്കുള്ള 50% പോലും ചെലവഴിക്കാൻ കഴിഞ്ഞിട്ടില്ല. മലയോര മേഖലയിൽ ഇത്രയും പ്രശ്നങ്ങളുള്ളിടത്ത് വലിയ പണം വെച്ചു എന്ന് പറഞ്ഞാൽ കയ്യടി വാങ്ങിയിട്ട് 75 കയ്യടി വാങ്ങിയിട്ട് അതിന്റെ 50% ചെലവഴിച്ചിട്ടില്ല. സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളിൽ പോലും പണമില്ലാത്തതുകൊണ്ട് കഴിഞ്ഞ ഒരു വർഷം വെച്ച പ്ലാനിന്റെ പകുതി പോലും ചെലവഴിച്ചിട്ടില്ല. എന്നിട്ട് ഇപ്പൊ അല്പം കൂട്ടി വെച്ച് കയ്യടി വാങ്ങിയിട്ട് എന്താ കാര്യം? മാത്രമല്ല ഇപ്പൊ എന്ത് പ്രഖ്യാപിച്ചാലും അതിനൊരു തെരഞ്ഞെടുപ്പ് ഡോക്യുമെന്റിന്റെ ഞങ്ങളെ മാനിഫെസ്റ്റോയിൽ ഞങ്ങൾക്കും പറയാം, പെൻഷൻ കൊടുക്കും, അത് കൊടുക്കും, ഇത് കൊടുക്കും. കാരണം ഒരു മാസം പോലും കൊടുക്കേണ്ടി വരില്ല. 5 വർഷം ആനുകൂല്യങ്ങൾ പലതും പണ്ട് പ്രഖ്യാപിച്ചത് കൊടുക്കാതെ പ്ലാനില് വലിയ പൈസയൊക്കെ വെച്ച് പലതും ചെയ്യും എന്ന് പറഞ്ഞു വന്നിട്ടൊന്നും ചെയ്യാതെ അതിന്റെ 25%, 50%, 40% ഒക്കെ ചെലവഴിച്ചിട്ട് അവസാനം വന്ന് ഇപ്പോ അല്പം കൂട്ടി അതിനെന്തർത്ഥമുള്ളത്? വെച്ചത് ചെലവഴിക്കാത്താനാണോ പിന്നെ കൂട്ടേണ്ട കാര്യം പറയുന്നത്? അപ്പൊ അതുകൊണ്ട് ഭരണ പരാജയത്തിന്റെ ബെസ്റ്റ് ഡോക്യുമെന്റ് ആണ്. അതായത് ഞങ്ങളെ കൊണ്ട് ഇത്രേ കഴിഞ്ഞിട്ടുള്ളൂ, ഞങ്ങൾ ഇനി പറയാൻ പോകുന്നതിന് ഒരു പ്രസക്തിയില്ല, ഞങ്ങൾക്ക് ഒരു മാസം അത് ഞങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല എന്ന് പറയുന്നതിന് തുല്യമാണ് ഈ ബഡ്ജറ്റ്. ഭരണപരാജയം. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റിൽ കഴിഞ്ഞ 5 വർഷക്കാലം നടന്നത് കണ്ടിന്യൂസ് ഇത് തന്നെയായിരുന്നു. എല്ലാ വർഷവും പ്ലാൻ പെർസെന്റേജ് വളരെ വളരെ കുറഞ്ഞു. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ആയിരുന്നെങ്കിൽ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായിരുന്നു, ബഹുദൂരം മുന്നോട്ട് പോകണം എന്നുള്ള ഒരു വിൽ പവറോട് കൂടി ഉള്ള ഒരു മൂവ്മെന്റ് ഉണ്ടായി. അതുകൊണ്ട് പ്ലാൻ സൈസ് എപ്പോഴും കൂടി വളരെയധികം പണം ചെലവഴിച്ചു. അപ്പൊ ചെലവഴിക്കാൻ അവർക്ക് പറ്റുന്നില്ല, ചെലവാക്കുന്നില്ല. പറഞ്ഞ പോലെ 10 ലക്ഷം റുപ്യ പോലും ട്രഷറിയിൽ നിന്ന് എടുക്കാൻ കഴിയില്ല, പിന്നെ എങ്ങനെ ചെലവാക്കാനാ? അപ്പൊ അതുകൊണ്ട് ഇവര് സാമ്പത്തിക പരാധീനത അങ്ങേ അറ്റാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഈ ബഡ്ജറ്റ്. മാത്രമല്ല നടത്തിയ പ്രഖ്യാപനങ്ങൾക്ക് യാതൊരു പ്രസക്തിയില്ല, അതൊക്കെ അടുത്ത ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്. ഇവരിപ്പോ ഒരു ബഡ്ജറ്റ് കൊടുത്തു, അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു മെമ്മോറാണ്ടം ഞങ്ങൾ കൊണ്ടുവരും, തെരഞ്ഞെടുപ്പ് പിന്നെ മാനിഫെസ്റ്റോ ഞങ്ങൾ കൊണ്ടുവരും. അതിനായിരിക്കും കൂടുതൽ പ്രസക്തി. അടുത്ത ഗവൺമെന്റിന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇനി തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോനാണ് പ്രസക്തി, അല്ലാതെ ഈ ബഡ്ജറ്റ് യാതൊരു പ്രസക്തിയില്ല. ജനങ്ങളോട് യാതൊരു ആത്മാർത്ഥതയില്ലാത്ത ഒരു ബഡ്ജറ്റാണ് ഇപ്പോൾ LDFന്റെ അവസാന ബഡ്ജറ്റായി വന്നിരിക്കുന്നത്. വിരസമായ ബഡ്ജറ്റ്, നിയമസഭയുടെ ചരിത്രത്തിലെ ഏറ്റവും വിരസമായ ബഡ്ജറ്റ്. പ്രഖ്യാപനങ്ങളുടെ ആവർത്തനം എന്നതല്ലാതെ പ്രതിപക്ഷ നേതാവും ഉപനേതാവും പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് വേണ്ടി കാര്യമായി ഒന്നും ചെയ്യേണ്ടി വരില്ല എന്ന ഉത്തമ ബോധ്യത്തിൽ നിന്നുകൊണ്ട് സത്യത്തിൽ ജനങ്ങളെ കബളിപ്പിച്ച ബഡ്ജറ്റാണ്. LDFന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പോലും ഇപ്പോഴും ഇവർക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. റബ്ബർ കർഷകരുടെ 250ന്റെ പ്രഖ്യാപനവും പെൻഷൻ 2021 പ്രഖ്യാപനമൊക്കെ പ്രകടന പത്രിക കഴിഞ്ഞ് 10 വർഷം ഭരിച്ചിട്ടും ഇപ്പോഴും അതിന്റെ 5 അയലോകത്ത് പോലും എത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ജനങ്ങളുടെ ഒരു ആത്മാർത്ഥത ഇവർക്കില്ല എന്നതാണ്. 2 പ്രഖ്യാപനങ്ങളാണ്, വാരിക്കോരി പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്.
അപ്പോൾ അവർ പൂർണ്ണമായ വിശ്വാസം സർക്കാരിനുണ്ട്, ഇതൊന്നും നടത്തേണ്ട കാര്യം വരുന്നില്ല. അതുകൊണ്ട് നടക്കിയല്ലാത്ത കാര്യങ്ങൾ ഇലക്ഷൻ പ്രചരണത്തിന് വേണ്ടി മാത്രം ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്ന ഒരു പ്രഹസനമായി ബഡ്ജറ്റ് മാറി. ആ നിലയിൽ ബഡ്ജറ്റിനെ പ്രഹസനമാക്കിയ LDFന്റെ നടപടി തന്നെ ജനങ്ങൾ ചോദ്യം ചെയ്യുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത ബഡ്ജറ്റായി ഞങ്ങളിതിനെ കാണുകയാണ്. ഈ ബഡ്ജറ്റ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു പുനർനിർമ്മാണത്തെ സംബന്ധിച്ചുള്ള ഒരു രൂപരേഖ ഇതിൻ്റെ അകത്തില്ല. ഇത് ഇവിടെ പ്രതിപാദിച്ചതുപോലെ സർക്കാരിൻ്റെ ഭരണപരാജയം മറയ്ക്കാൻ വേണ്ടിയുള്ള കണക്കുകളുടെ ഒരു മുഖംമൂടി മാത്രമായിട്ട് ഈ ബഡ്ജറ്റ് നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. കഴിഞ്ഞ 3-4 വർഷത്തെ പ്രഖ്യാപനങ്ങളുടെ ആവർത്തനം. കുട്ടനാട് പാക്കേജ് ഇത്തവണയും പ്രഖ്യാപിച്ചിട്ടുണ്ട്, അധിക തുക അതിനകത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവിടുത്തെ അവസ്ഥ കഴിഞ്ഞ 10 വർഷമായിട്ട് സമാനമായ നിലയിൽ പോകുന്നു. റബ്ബർ കാർഷിക മേഖല 250 രൂപ എന്നത് ഇവരുടെ പ്രഖ്യാപനത്തിലുണ്ടായിരുന്ന ഒന്നാണ്, ഇവരുടെ മാനിഫെസ്റ്റോയിലുണ്ടായിരുന്ന ഒന്നാണ്. അത് വർദ്ധിപ്പിക്കാനോ അതിനുവേണ്ടി ഒരു ഇടപെടൽ നടത്താനോ അല്ലെങ്കിൽ 250 രൂപയിലേക്ക് എത്താനോ ഉള്ള സാഹചര്യം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. റബ്ബർ കാർഷിക മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയും അതിന്റെ കാർഷിക വിസ്തൃതി തന്നെ കുറഞ്ഞു വരുന്ന ഗുരുതരമായ സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കേരളം കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കാർഷിക മേഖലയെ പരിപൂർണമായും തഴഞ്ഞൊരു ബഡ്ജറ്റ് എന്ന നിലയിൽ കാണാൻ കഴിയും. പിന്നീട് മാർക്കറ്റ് ഇന്റർവെൻഷൻ ആവശ്യമുള്ള തുക വെക്കുന്നില്ല. ഇപ്പൊ ത്രിവേണി സ്റ്റോറുകൾക്ക്, കൺസ്യൂമർ ഫെഡിന്റെ കീഴിലുള്ള ത്രിവേണി സ്റ്റോറുകൾക്ക് വെച്ചിരിക്കുന്ന വളരെ നാമമാത്രമായ തുകയാണ്. ആ തുക ഉള്ള ത്രിവേണി സ്റ്റോറുകൾ പോലും അടച്ചുപൂട്ടൽ ഭീഷണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല പ്രാദേശിക മേഖലകളിലും മാർക്കറ്റ് ഇന്റർവെൻഷന്റെ സപ്ലൈകോടൊപ്പമുള്ള ഒരു ഭാഗമാണ് സഹകരണത്തിന്റെ ഈ ത്രിവേണി സ്റ്റോർ, അതും അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേരളത്തിലെ പൊതുസ്ഥിതിയായി കാണാൻ കഴിയുന്നത്. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ സൂചിപ്പിച്ചതുപോലെ എക്സ്പെൻഡിച്ചർ 40% പോലും എത്താൻ കഴിയാത്ത ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള കുറെ പ്രഖ്യാപനങ്ങളുടെ ആവർത്തനങ്ങൾ എന്ന നിലയിൽ മാത്രമേ ഈ ബഡ്ജറ്റിനെ ഞങ്ങൾക്ക് നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ. അല്ലേ, ഇന്നലെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു പ്രോജക്റ്റ് വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതിനെയും സ്വാഗതം ചെയ്യുന്നു, ഇതിനെയും സ്വാഗതം ചെയ്യുന്നു. പക്ഷേ സിൽവർ ലൈനിനെ പോലുള്ള ഒരു അബദ്ധം കൊണ്ടുവരരുത്. കേരളത്തിൽ അതിവേഗ റെയിൽപാത വേണം. സിൽവർ ലൈൻ എന്ന് പറയുന്നത് ഒരു DPR തട്ടിക്കൂട്ടിയ DPR ആയിരുന്നു. ഞങ്ങൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തു. അത് കേരളത്തിൽ വലിയ എൻവയോൺമെന്റ് ഇമ്പാക്ട്, പാരിസ്ഥിതിക പ്രത്യാഘാതം ഉണ്ടാക്കുമായിരുന്നു. അത് കേരളത്തെ സാമ്പത്തികമായി തകർക്കുമായിരുന്നു. 100 കോടി രൂപ അതിനുവേണ്ടി ബജറ്റിൽ നിന്ന് ചെലവാക്കി. അത് പോയി, ആ 100 കോടി പോയി, അതിനുവേണ്ടി ചെലവാക്കി. എന്നിട്ടിപ്പോ പോവാൻ നേരത്ത് പുതിയ പദ്ധതി കൊണ്ടുവരുമെന്ന് പറയാം. വെറുതെ പറയാമല്ലോ, പോണ വഴിക്ക് ഒരു പദ്ധതി കൊണ്ടുവരുമെന്ന്. ഒരു ഐഡിയ ഇല്ല. അതിനുവേണ്ടി ഒരു പഠനവും നടത്താതെ ഒരു കാര്യവും ചെയ്യാതെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളൊന്നിനെ എല്ലാത്തിനെയും എതിർക്കാൻ. ഇന്നലെ വ്യവസായ മന്ത്രി എന്നെ വിമർശിച്ചു. അതായത് കേരളയിൽ എതിർത്ത ആളുകൾ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നപ്പോൾ സ്വാഗതം ചെയ്തു. ഞങ്ങൾ പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് ഒരു പദ്ധതി, അവരല്ലേ റെയിൽവേ വകുപ്പ്, അവരൊരു പദ്ധതി പ്രഖ്യാപിച്ചാൽ നമ്മൾ എന്തിനാ എതിർക്കണത്? അത് കൊണ്ടുവരുമ്പോൾ കേരളത്തിന്റെ സവിശേഷത സാഹചര്യങ്ങൾ പരിഗണിച്ച് പാരിസ്ഥിതിക പ്രത്യാഘാതമോ ഒന്നുമില്ലാതെ അവർ കൊണ്ടുവന്ന ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും, അതിനെ സപ്പോർട്ട് ചെയ്യും. കേന്ദ്ര റെയിൽവേ വകുപ്പ് കൂടി ഭരിക്കുന്ന കേന്ദ്രം ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ വേണ്ടാന്ന് പറയണ എന്തിനാ? വേണ്ടെന്ന് ഞങ്ങൾ പറയില്ല. സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നാലും വേണ്ടെന്ന് പറയില്ല. പക്ഷേ ഇപ്പൊ ഇന്നത്തെ പ്രഖ്യാപനം എന്ത് പ്രാരംഭ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഒന്നുമില്ല. ചുമ്മാ പോണ വഴിക്ക് ഒരു ബജറ്റിൽ ഒരു അനൗൺസ്മെന്റ്, ഞങ്ങളും കൊണ്ടുവരും റെയിലൊന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതിയല്ല, തിരിച്ചു വരുമില്ലെന്ന് അറിയാലോ. ഇവര് വിട്ടാലും വെക്കില്ലെങ്കിൽ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം റിജക്ട് ചെയ്തു. അത് കേരളത്തിന് പ്രാക്ടിക്കൽ അല്ല എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ കേരളയിൽ വരില്ല എന്ന് പറഞ്ഞല്ലോ. നേരത്തെ പറഞ്ഞു കേരളയിൽ വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുറെ കളിയാക്കി. അവസാനം കേരളയിൽ വരില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചു.
ഇന്നലെ പറഞ്ഞത് ഇത് വേറെ പ്രോജക്റ്റാന്ന് പറയുന്നത് RRTS അല്ലേ? ആ പ്രോജക്റ്റിന് വേണ്ടി ഒരു പ്രാരംഭ പഠനം പോലും കേരളത്തിൽ നടന്നിട്ടില്ല. ഞങ്ങൾ എന്തുകൊണ്ടാണ് എതിർത്തത്? 300 കിലോമീറ്റർ ദൂരം 30 അടി ഉയരത്തിൽ എംബാങ്ക്മെന്റ്, 200 കിലോമീറ്റർ ദൂരത്തിൽ 2 സൈഡിലും 10 അടി പൊക്കത്തിലുള്ള മതില്. കേരളത്തിന്റെ ജോഗ്രഫി എന്താ? സ്ലോപ്പാണ്. മഴ പെയ്ത അപ്പ വെള്ളം നിറയുന്ന സ്ഥലത്താണിത്. മറ്റേ ആ മതിലിന്റെ ഒക്കെ ഇടയിൽ മഴക്കാലം വന്ന ട്രെയിൻ മാത്രമല്ല ബോട്ട് കൂടി ഓടിക്കായിരുന്നു അത് വന്നിരുന്നെങ്കിൽ. ആ സ്ഥിതിയാണ്. അത് പ്രാക്ടിക്കൽ അല്ലെന്ന് ആർക്കറിയാൻ പാടില്ലാത്തത്. അതൊരു ഹരിയാനയിലെ ഒരു തട്ടിക്കൂട്ട് കമ്പനിയെ കൊണ്ട് ഉണ്ടാക്കിച്ചാണത് DPR. അത് എല്ലാവരും റിജക്ട് ചെയ്തു. അത് ഒട്ടും പ്രാക്ടിക്കൽ അല്ല. ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങളെ വികസന വിരോധികളായി ചിത്രീകരിച്ചു. ഞങ്ങൾ സമരം ചെയ്തുകൊണ്ടാണ് അത് വേണ്ടെന്ന് വെച്ചത്? അല്ലല്ലോ, പ്രാക്ടിക്കൽ അല്ല അത്. ഞങ്ങൾ വിശദമായ പഠനം, റെയിൽവേ എക്സ്പേർട്സ്, ഫിനാൻഷ്യൽ എക്സ്പേർട്സ് എല്ലാവരുമായിട്ട് UDF വിശദമായ പഠനം നടത്തി ഒരു റിപ്പോർട്ട് തന്നു. എല്ലാ ഘടകകക്ഷികളും അത് ചർച്ച ചെയ്ത് UDF ഒരു ദിവസം മുഴുവൻ ചർച്ച ചെയ്തിട്ടാണ് അത് പ്രായോഗികമല്ല എന്ന് പറഞ്ഞത്. അത് യാഥാർത്ഥ്യമായല്ലോ. ഞങ്ങളുടെ നിലപാട് സർക്കാർ, 2 സർക്കാരുകൾ ശരിവെച്ചു. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ശരിവെച്ചു. ആ പ്രോജക്റ്റ് അല്ലല്ലോ ഇപ്പൊ കൊണ്ടുവരാൻ പോകുന്നത്. ബജറ്റിൽ പറഞ്ഞത് പരസ്പര വിരുദ്ധമായിട്ടാണ് സംസാരിച്ചത്. ഇന്നത്തെ പ്രഖ്യാപനവും മുഖ്യമന്ത്രിയുടെ ഇതിനുള്ള മുമ്പുള്ള പ്രഖ്യാപനമൊക്കെ പരസ്പര വിരുദ്ധം. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് കണക്കാക്കിയാൽ മതി. നമ്മളൊരു പ്രാരംഭ പഠനം പോലും നടത്താതെ അതിവേഗ റെയിൽ കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചിട്ട് പോണ പോക്കിൽ എന്താ പറയാൻ വയ്യാത്ത? ആറ്റിങ്കരയിൽ വിമാനം ഇറങ്ങാൻ താവളം ഉണ്ടാക്കുന്നു വരെ പറയാലോ. തോട്ടിങ്കരയിൽ, ആറ്റിങ്കരയിൽ ഏതാണ്? അല്ല, പേ കമ്മീഷൻ വെച്ച് കഴിഞ്ഞാൽ ആ പേ കമ്മീഷൻ ഇവർ വെച്ചിരിക്കുന്ന പേ കമ്മീഷന്റെ റിപ്പോർട്ട് സ്വീകരിച്ച് അത് പഠനം നടത്തി അപ്പോഴത്തെ സാമ്പത്തിക സാഹചര്യം നോക്കിയിട്ട് നടപ്പാക്കും. അല്ല, കേരളത്തിൽ അതിവേഗ പാത വേണം. നമുക്ക് ട്രെയിൻ വേഗത്തിൽ എത്തണം. പക്ഷെ ഉണ്ടായിരുന്നു പഠനം നടന്നതും ഫണ്ട് വെച്ചതും ചെലവാക്കിയതും ഒക്കെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് തുടങ്ങിയ പഠനമാണ്. ഞങ്ങൾ പറഞ്ഞത് നമ്മുടെ നിലവിലുള്ള റെയിൽപാതയിൽ കൂടി തന്നെ അഡീഷണൽ ആയിട്ടുള്ള പാളമിട്ട് നിലവിലെ വളവും തിരിവും 600-ലധികം വളവും തിരിവുണ്ട്. അത് സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞ് ഈ കൂടുതൽ സ്ഥലമെടുപ്പിലേക്കൊന്നും പോകാതെ വലിയ ഹൈ റൈസ് സംഭവമൊന്നും ഉണ്ടാകാതെ കാരണം ക്ലൈമറ്റ് ചേഞ്ച് പരിഗണിക്കാതെ കേരളം പോലുള്ള സ്ഥലത്ത് ഇനി ഒരു പ്രോജക്റ്റും കൊണ്ടുവരാൻ പാടില്ല. ആ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഘടകം കൂടി പരിശോധിച്ചിട്ട് വേണം ഇനി ഒരു പ്രോജക്റ്റ് കൊണ്ടുവരാൻ. അത് പഠിച്ചിട്ട് കൊണ്ടുവരും. സംശയം എന്താ? ഞങ്ങൾ അതിവേഗ റെയിലിനെതിരല്ല. അതല്ല കേന്ദ്രം പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു വരട്ടെ, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കൊണ്ടുവരട്ടെ. DPR ആയിട്ടില്ല. ആകുമ്പോ പരിശോധിച്ചിട്ട് പറയാന്ന് പറഞ്ഞത്. അതിന് അത് അല്ല, കേന്ദ്രം കൊണ്ടുവരാൻ പറ്റില്ല എന്ന് നമ്മൾ പറയണ എന്തിനാ? കേന്ദ്രം കൊണ്ടുവരുമ്പോ നമുക്ക് DPR പരിശോധിച്ചിട്ട് അത് പ്രായോഗിക അല്ലെങ്കിൽ എതിർത്താ പോരെ? റെയിൽവേ വകുപ്പല്ലേ പ്രഖ്യാപിച്ചിരിക്കുന്നത്, കേന്ദ്ര ഗവൺമെന്റ്. കേരള ഗവൺമെന്റ് ഒരു പ്രാരംഭ പഠനം പോലും നടത്താതെ പ്രഖ്യാപിച്ചിരിക്കുക. അതിനെ ഞങ്ങൾ എതിർക്കുന്നില്ല. പക്ഷെ ഇവരെ കൊണ്ട് പറ്റില്ലല്ലോ നടപ്പാക്കാൻ. അവർ പോവല്ലേ? അല്ല, ഈ പ്രോജക്റ്റ് വേണ്ടെന്ന് പറഞ്ഞത്. ആ പ്രോജക്റ്റ് വേണ്ട എന്ന് ഞങ്ങളുടെ ഗവൺമെന്റ് അല്ല അതിവേഗ റെയിലുള്ള നടപടികൾ ആരംഭിച്ചത്. അതിവേഗ റെയിലിനെയല്ല, കെ റെയിലിനെയാണ് ഞങ്ങൾ എതിർത്തത്. കെ റെയിൽ തട്ടിക്കൂട്ട് പ്രോജക്റ്റ് ആയിരുന്നു. അതിപ്പോ തെളിഞ്ഞു. അതൊന്നുമല്ല, 1600 രൂപ ഇപ്പൊ കൂട്ടിയിട്ട് 1 മാസം ആയുള്ളൂ. അതായത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തലേ ആഴ്ച പ്രഖ്യാപിക്കുക. വല്ല ഗുണം കിട്ടിയ? കാരണം കേരളത്തിലെ ജനങ്ങളുടെ സാമാന്യ യുക്തിയാണ് ചോദ്യം ചെയ്തത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1600 രൂപയുടെ പെൻഷൻ 2500 ആക്കി തരാമെന്ന് വാഗ്ദാനം നൽകി അതിന്റെ പേരിൽ വോട്ട് ചോദിച്ച് അധികാരത്തിൽ വന്നിട്ട് 4.25 കൊല്ലക്കാലം 1 രൂപ കൂട്ടാതെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന്റെ തലയാഴ്ച 400 രൂപ കൂട്ടിയാൽ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കേരളത്തിലെ ജനങ്ങൾക്കുണ്ടെന്ന് ഞങ്ങളന്ന് പ്രതികരിച്ച അവരത് പ്രതികരിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഇതൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല. ഇതെല്ലാം വരാൻ പോകുന്ന സർക്കാരിന്റെ തലയിലാണ്.
ഞാൻ രണ്ട് കാര്യം പറയാം. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് മുഴുവൻ തെറ്റാണ്. അസംബ്ലിയിൽ മുഴുവൻ തെറ്റാണ്. 600 രൂപയിൽ നിന്ന് അല്ല 1600 ആക്കിയത്. 1100 രൂപയിൽ നിന്നാണ് 1600 ആക്കുന്നത്. 300 രൂപയായിരുന്നു അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ സമയത്ത്. പിന്നെ അത് 400 ആക്കി, അല്ലെ? 400 ആക്കി. പിന്നെ കേൾക്ക്, ഞങ്ങള് ബജറ്റ് പ്രഖ്യാപിച്ചുള്ളു ഈ 400. കേൾക്ക്, ഞാൻ ഇന്നലെ മുഖ്യമന്ത്രി 28 മാസത്തെ പറഞ്ഞു. ഇതിനു മുമ്പ് ഒരു LDF CPM നറേറ്റീവാണ്, ക്യാപ്സൂളാണ് 18 മാസത്തെന്ന്. ഞാൻ എത്ര പ്രാവശ്യം ഞങ്ങൾ നിയമസഭയിൽ, പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ് ഞങ്ങൾ നിയമസഭയിൽ ഡോക്യുമെന്റ് വെച്ചിട്ട്, ഏത് ഡോക്യുമെന്റാ? തോമസ് ഐസക് ഇറക്കിയ വൈറ്റ് പേപ്പർ, തോമസ് ഐസക് നിയമസഭയിൽ നൽകിയ ചോദ്യത്തിന്റെ മറുപടി, UDF കാലത്ത് ആകെ 3 മാസത്തോളം ഒരു കുടിശ്ശിക വന്നു. കുടിശ്ശിക വരാൻ കാര്യം എന്താ? അത് ഡയറക്റ്റ് പേയ്മെന്റ് ആക്കാൻ വേണ്ടി എടുത്ത ഒരു ടൈമാണ് ആ ഗ്യാപ്പ് വന്നത്. സാമ്പത്തിക പ്രശ്നം കാരണമല്ല, ഡയറക്റ്റ് പേയ്മെന്റ് ആക്കാൻ വേണ്ടി എടുത്ത ക്ലറിക്കൽ പ്രൊസീജിയർ താമസിച്ചു പോയതുകൊണ്ടാണ് വൈകിയത് എന്ന് ഡോക്ടർ തോമസ് ഐസക് നിയമസഭയിൽ വെച്ച ഡോക്യുമെന്റ് ഉണ്ട്. അല്ലാതെ ഒരു വൈകലും 18 മാസത്തെ വൈകല് ക്യാപ്സൂളാണ്. ഇന്നലെ മുഖ്യമന്ത്രി അത് 28 മാസമാക്കി വർദ്ധിപ്പിച്ചു പറഞ്ഞു. ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് നിയമസഭയ്ക്ക് അകത്തും പുറത്തും. ഞങ്ങൾ ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യാം. അതിൽ ഐസക് പുറത്തിറക്കിയ, ധനകാര്യമന്ത്രിയായ ഉടനെ പുറത്തിറക്കിയ വൈറ്റ് പേപ്പറിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുക അതുവരെയുള്ള കടം, അവരുടെ ബാധ്യത. അതിൽ പെൻഷൻ 18 മാസം കുടിശ്ശിക കൊടുക്കാനില്ല. വെറുതെയാണ്, തെറ്റാണ്. ഞാൻ പറഞ്ഞല്ലേ, വിധവ പെൻഷൻ അടക്കം, കർഷക തൊഴിലാളി പെൻഷൻ ഞാൻ വെല്ലുവിളിച്ചില്ലല്ലോ. കർഷക തൊഴിലാളി പെൻഷനെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ അതല്ലല്ലോ പറഞ്ഞത്. സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ്. വിധവ പെൻഷൻ ഉൾപ്പെടെ, വാർദ്ധക്യകാല പെൻഷൻ ഉൾപ്പെടെ ഈ കേരളത്തിൽ ആദ്യം കൊണ്ടുവന്നത് ആർ ശങ്കർ സർക്കാരാണ്. അല്ല, ഞാൻ 80-ല് കോൺഗ്രസിന്റെ ഒരു വിഭാഗം കൂടി ഒരുമിച്ച് ഭരിക്കുന്ന സമയത്ത് അന്നത് വക്കം പുരുഷോത്തമനാണ് കർഷക തൊഴിലാളി പെൻഷൻ പ്രഖ്യാപിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ഡിസ്പ്യൂട്ട് ചെയ്തില്ലല്ലോ. നിങ്ങൾ വേറെ കാര്യം പറയാ. ഞാൻ വാർദ്ധക്യകാല പെൻഷനും മറ്റേ വിധവ പെൻഷന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. എല്ലാത്തിനും അതിനെ ഒരു ഗവൺമെന്റ് ഉദ്യോഗം മറികടന്നു. അല്ല, ഒരു റെലവൻസ് ഇല്ലല്ലോ, വിശ്വാസ്യത ഇല്ലല്ലോ. ഇല്ല, ഒരു കാര്യം വിശ്വാസ്യതയില്ല. കാരണം ഒന്നും ഇവര് ചെയ്യേണ്ടതല്ല. ഈ ബജറ്റിന് ഒരു പ്രസക്തിയില്ല. അടുത്ത സാമ്പത്തിക വർഷം കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്ന പദ്ധതികൾ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 100-ലധികം സീറ്റിന്റെ ഭൂരിപക്ഷവുമായി അധികാരത്തിലേക്ക് വരുന്ന UDF ഗവൺമെന്റ് പുതുക്കിയ ബജറ്റ് അവതരിപ്പിക്കും. ആ ബജറ്റാണ് കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത്. അത് അവർക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് എല്ലാ അടുത്ത സർക്കാരിന്റെ തലയിൽ വെച്ച് എല്ലാ ബാധ്യതയും കെട്ടിവെച്ചിരിക്കുന്നത്. ഒരു കാര്യം നല്ലതില്ലെന്ന് ചോദിച്ചു. ഞാൻ പറയാം, ദി വെരി വേർഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇത്ര ഞങ്ങളൊരു എസ്റ്റിമേറ്റ് ഇത്രയാണ് ചെലവഴിക്കുന്നത്. അതിനൊരു സാങ്ക്ടിറ്റി വേണ്ടേ? പ്രഖ്യാപിച്ചതിന്റെ 40-50% പോലും ചെലവഴിക്കാതെ ഈ പരിപാടി തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താ സ്വാഗതം ചെയ്തിട്ട് കാര്യം? ഏതിനെ സ്വാഗതം ചെയ്യും? അതായത് ഒരു മെഷർ പറഞ്ഞു മതിയായിരിക്കാം, ലൈഫ് മിഷൻ, അല്ലെങ്കിൽ വേറൊരു മിഷൻ പറഞ്ഞു മതിയായിരിക്കാം. ഞങ്ങൾ അതിന് 100 കോടി വെച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം അതിൻ്റെ 25-40% ചെലവായിട്ടുള്ളൂ കഴിഞ്ഞല്ല. പിന്നെ എന്തിനെ സ്വാഗതം ചെയ്യണം? ബഡ്ജറ്റിന് ഒരു പ്രസക്തി ഇല്ല. അതാ സ്വാഗതം ചെയ്യാത്തത്. അതാ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അതല്ലേ വെല്ലുവിളിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ബജറ്റ് അവതരിപ്പിച്ചതിന്റെ ഒരു പെർഫോമൻസ് ഓഡിറ്റ് പ്രഖ്യാപിക്കും. കഴിഞ്ഞ പ്രാവശ്യം പ്ലാൻ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞിട്ട് 38%. ജനുവരി 31 ആവുകയാണ്. 38%. അതിന്റെ തലേവർഷം 50% പ്ലാൻ സൈസ് കട്ട് കഴിഞ്ഞ കൊല്ലം. അതിന്റെ തലേവർഷം 75% ചെലവഴിച്ചത്. അവ എന്തിനാണ് ഈ പ്രഖ്യാപിക്കുന്നത്?
എന്ത് 750 കോടി രൂപ ലൈഫ് മിഷന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. ചെലവാക്കിയത് 20%. ഒരു വിശ്വാസ്യത തകർത്തു. ഏതാ? അല്ല, അത് നോക്കും. അത് കേന്ദ്ര സർക്കാരുമായിട്ട് ആലോചിച്ച് സമഗ്രമായ ഒരു പദ്ധതി നടപ്പാക്കാൻ പറ്റുമെങ്കിൽ നടപ്പാക്കും. തീർച്ചയായിട്ടും ആലോചിക്കും, ഉറപ്പായിട്ടും.